ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ ഡെസേർട്ട് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതിൽ നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒരു അടിപൊളി ഈസി മാംഗോ ഡെസേർട്ടിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുക്കാം. അധികം പുളിയില്ലാത്ത, നാരുകൾ അധികം ഇല്ലാത്ത മാങ്ങ എടുക്കാം. 2 മാങ്ങയാട്ടോ എടുത്ത് വെച്ചത്. ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മാത്രം അവസാനം ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചു. ബാക്കിയെല്ലാം കൂടെ 1 കപ്പോളം ഉണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റ് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫാക്കി കൊടുക്കാം. ഇനി അതവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. ഇനി നമ്മൾ എടുക്കുന്നത് ചൗവരിയാണ് കേട്ടോ. ഒരു 1/4 കപ്പ് ചൗവരി ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ. പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തീ അവിടെ കുറച്ചിട്ടിരുന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചൗവരിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അത് നമ്മളിപ്പം വെച്ച പാലിനെ കഴിഞ്ഞും നേർപകുതിയായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവത്തിന് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങയുടെ പ്യൂറി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിത് നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യേണ്ടത് ആ ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വലിയ പാത്രത്തിൽ ഒരുമിച്ച് ഒഴിച്ചു വെച്ചിരുന്നാലും മതി. അപ്പോൾ ഒരു 3 കപ്പിൽ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു വെക്കാം. ഇനി അതെല്ലാം കൂടി ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പം പെട്ടെന്ന് തണുപ്പിച്ചൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ചൊന്ന് 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്തിട്ടും. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഇത് ഇന്ന് കഴിക്കുന്നില്ല, നാളെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തണുക്കണമെന്നേ ഉള്ളൂ. അതിപ്പോൾ എത്ര സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഫ്രിഡ്ജിനെ അനുസരിച്ചിരിക്കും തണുപ്പൊക്കെ. അപ്പം നമ്മുടെ മാംഗോ ഡെസേർട്ടൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് മാറ്റി വെച്ച ഒരു മാങ്ങയുടെ കഷ്ണം മാറ്റി വെച്ചില്ലേ, അത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു കൊച്ചു മിൻറ്റ് ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നതാണ്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മാങ്ങാ കഷ്ണങ്ങളും കൂട്ടി ഒരുമിച്ചങ്ങ് എടുത്ത് കഴിക്കാം. കഴിക്കട്ടെ. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മാങ്ങ കഷ്ണം കൂടി അതിൻ്റെ മുത്തുമണികളൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും അടിപൊളിയാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് അത്രയ്ക്ക് ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയൊന്നും അല്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത മാങ്ങയായിരുന്നു. നാരൊന്നും ഇല്ലാത്ത മാങ്ങ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് കഴിഞ്ഞില്ല എത്ര പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞത്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ മാത്രം കുറച്ച് സമയം എടുത്തു, അത്രയേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഡെസേർട്ടാണ്. മാങ്ങ ഇപ്പം സീസൺ തീരാറൊക്കെ ആയിട്ടുണ്ട്, എന്നാലും മാങ്ങയൊക്കെ കിട്ടാനുണ്ട്. അപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.